വേർഡ്സ് അറിയാവുന്നത് കൊണ്ട് മാത്രം നമുക്ക് സെന്റൻസസ് നിർമ്മിക്കാനാവില്ല. വാക്കുകളെ അതിൻ്റെ ശരിയായ രീതിയിൽ, അതിൻ്റെ ശരിയായ ഓർഡറിൽ ഒരു സെന്റൻസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് മീനിങ് ഉണ്ടാവുന്നത്, അത് ഗ്രാമാറ്റിക്കലി കറക്റ്റായി മാറുന്നത്. ഭാഷ ഏതായാലും സെന്റൻസസിന് ചില ഫിക്സ്ഡ് പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺസ് നമുക്ക് അറിയാമെങ്കിൽ സെന്റൻസ് മേക്കിംഗ് ഈസിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയ ചില സെന്റൻസ് പാറ്റേൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ലോങ് ആയ സെന്റൻസസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന പാറ്റേൺസിനെ കുറിച്ച് പഠിക്കാം. ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ ബേസിക് ആയ പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇത് മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മലയാളത്തിൽ സബ്ജക്റ്റിന് ശേഷം ഒബ്ജക്റ്റ് വരും, അതിനുശേഷം അവസാനമാണ് വെർബ് വരുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, സബ്ജക്റ്റിന് ശേഷം വരുന്നത് വെർബാണ്, അതിനുശേഷമാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിക്കുക. എല്ലാ സെന്റൻസസിലും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല, പക്ഷേ എല്ലാ സെന്റൻസിലും നിർബന്ധമായും സബ്ജക്റ്റും വെർബും ഉണ്ടായിരിക്കണം. ഒരു സെന്റൻസിൽ സബ്ജക്റ്റിനും വെർബിനും പുറമെ മറ്റു വാക്കുകളും ഉണ്ടായിരിക്കും. നമ്മൾ അഡ്വേർബ്സ് യൂസ് ചെയ്യാറുണ്ട്, അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ മിനിമം ഒരു സബ്ജക്റ്റും ഒരു വെർബും എങ്കിലും ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കണം. വെർബ് എന്ന് പറയുമ്പോൾ അത് ഒരു വാക്കാവണമെന്നില്ല, പലപ്പോഴും അതിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഉണ്ടാവാറുണ്ട്. സബ്ജക്റ്റും ഒരു വാക്കാവണമെന്നില്ല. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു നൗണോ പ്രൊനൗണോ ING ഫോമോ ആയിരിക്കും. പ്രൊനൗൺ ആവുമ്പോൾ അത് ഒരു വാക്കായിരിക്കും. നൗൺ ആവുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിറ്റർമിനർ എന്ന് പറയുമ്പോൾ സം, എനി അതുപോലുള്ള വാക്കുകൾ അത് യൂസ് ചെയ്യാറുണ്ട്. അതായത് സബ്ജക്റ്റ് ആയാലും വെർബായാലും ഒരു വാക്കായിരിക്കണമെന്നില്ല, ഒന്നിൽ കൂടുതൽ വാക്കുകൾ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കാം, വെർബിലും ഉണ്ടായിരിക്കാം. ഇത് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, അത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ ബേസിക് പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഈ സബ്ജക്റ്റിനും വെർബിനും ഒബ്ജക്റ്റിനും പുറമെ സെന്റൻസിനകത്ത് മറ്റു വാക്കുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇപ്പോൾ നോക്കുന്ന ഈ പാറ്റേണിലുള്ളത് ഒബ്ജക്റ്റിന് പുറമെ ഒരു ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് കൂടിയാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അവൾ എന്നെ ഒരു വിഡ്ഢി എന്ന് വിളിച്ചു. ഇതാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടത്. അവൾ വിളിച്ചു, അതെങ്ങനെ പറയും? അവളാണ് സബ്ജക്റ്റ്, അവളാണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്ന ആള്, അല്ലെ? ഒരു സെന്റൻസിനകത്ത് പറഞ്ഞിരിക്കുന്ന ആക്ഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തി ഏതോ അതാണ് സബ്ജക്റ്റ്. അതല്ലെങ്കിൽ ആ സെന്റൻസ് ആരെ കുറിച്ചാണോ അതും സബ്ജക്റ്റ് ആവാം. ഇവിടെ വിളിച്ചു എന്ന ആക്ഷൻ പെർഫോം ചെയ്യുന്നത് അവളാണ്, അപ്പൊ അവളാണ് സബ്ജക്റ്റ്. നമ്മളൊരു ഇംഗ്ലീഷ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അവൾ വിളിച്ചു, ഷീ കോൾഡ്. ആരെ വിളിച്ചു? അതാണ് ഒബ്ജക്റ്റ്. വെർബിന് ശേഷം ഹും അല്ലെങ്കിൽ വാട്ട് എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. ഷീ കോൾഡ് ഹും. അവൾ ആരെ വിളിച്ചു? എന്നെ വിളിച്ചു. അതാണ്, ഞാനാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ഐ എന്നല്ല പറയുന്നത്, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക മീ ആണ്. ഇത് പ്രൊനൗൺസിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രൊനൗൺസിന്റെ സബ്ജക്റ്റ് ഫോം അല്ല, ഒബ്ജക്റ്റ് ഫോം. മലയാളത്തിൽ നമ്മൾ ഒരേ വാക്കല്ല യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് ആവുമ്പോൾ ഞാൻ എന്ന് പറയും, ഒബ്ജക്റ്റ് ആവുമ്പോൾ എന്നെ എന്ന് പറയും. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. സബ്ജക്റ്റ് ആവുമ്പോൾ ഐ ആണ്, അത് ഒബ്ജക്റ്റായി മാറുമ്പോൾ എന്തായി മാറും? മീ ആയി മാറും. അവൾ എന്നെ വിളിച്ചു, ഷീ കോൾഡ് മീ. എന്താ വിളിച്ചത്? വിഡ്ഢി എന്ന് വിളിച്ചു. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയാം, ഷീ കോൾഡ് മീ എൻ ഇഡിയറ്റ്. അവൾ എന്നെ ഒരു വിഡ്ഢി എന്ന് വിളിച്ചു. ഇവിടെ സബ്ജക്റ്റ് ഷീ, വെർബ് കോൾഡ്, ഒബ്ജക്റ്റ് മീ. അതിനുശേഷം വന്നിട്ടുള്ള ആ നൗൺ ഉണ്ടല്ലോ, ആൻ ഇഡിയറ്റ് എന്നത്, അതിവിടെ കോംപ്ലിമെന്റ് ആണ്. അത് ഒബ്ജക്റ്റിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. എന്നെ എന്താണ് വിളിച്ചത് എന്നല്ലേ പറയുന്നത്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് എന്നെ എന്ന ആ പ്രൊനൗൺ. അതിനെക്കുറിച്ച് കൂടുതലായി പറയുകയാണ് ഇവിടെ ഇഡിയറ്റ് എന്ന് പറയുന്ന നൗൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിവിടെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്, ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആണിത്. ഷീ കോൾഡ് മീ എൻ ഇഡിയറ്റ്. അവൾ എന്നെ ഒരു വിഡ്ഢി എന്ന് വിളിച്ചു. അവർ ചുമരിന് പച്ച പെയിന്റ് അടിച്ചു. സബ്ജക്റ്റ് ആരാണ്? അവരാണ് പെയിന്റ് അടിച്ചത്, അല്ലെ? അപ്പൊ അവരാണ് സബ്ജക്റ്റ്, അവരാണ് ഇവിടെ ആക്ഷൻ പെർഫോം ചെയ്യുന്ന വ്യക്തികൾ. അവർ, ദേ. വർക്ക് എന്താണ്? പെയിന്റ് അടിച്ചു. പാസ്റ്റിലാണ്. പെയിന്റ് അടിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്, പെയിന്റ് അടിക്കുന്നു എന്നല്ല. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യമാണ്. ദേ പെയിന്റഡ്. പാസ്റ്റിലുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. V2 ആണ്. പെയിന്റ് എന്ന വെർബിന്റെ V2 ആണ് പെയിന്റഡ്. പെയിന്റ് നൗണുമാണ്, വെർബുമാണ്. ദേ പെയിന്റഡ്. എന്തിനാണ് അവർ പെയിന്റ് അടിച്ചത്? ചുമരിന്. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ദേ പെയിന്റഡ് ദ വോൾസ്. എന്ത് നിറമാണ് കൊടുത്തത്? ഗ്രീൻ കളറാണ് കൊടുത്തത്. നമുക്കിത് പറയാൻ എളുപ്പമാണ്, ഇങ്ങനെ പറഞ്ഞാൽ മതി. ദേ പെയിന്റഡ് ദ വോൾസ് ഗ്രീൻ. അവർ ചുമരിന് പച്ച പെയിന്റ് അടിച്ചു, പച്ച നിറമുള്ള പെയിന്റ് അടിച്ചു. ദേ പെയിന്റഡ് ദ വോൾസ് ഗ്രീൻ. ദേ പെയിന്റഡ് ദ വോൾസ് എന്ന് പറഞ്ഞാൽ അവർ ചുമരിന് പെയിന്റ് അടിച്ചു.
എന്ത് കളറാണ് കൊടുക്കുന്നത് എന്ന് പറയാൻ അത് നമ്മളിവിടെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയി ഉപയോഗിച്ചു. ദേ പെയിന്റഡ് ദ വോൾസ് ഗ്രീൻ. അവർ ചുമരിന് പച്ച പെയിന്റ് അടിച്ചു. വോൾസ് ഇവിടെ ഒബ്ജക്റ്റ് ആണ്, ഗ്രീൻ ആ ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആണ്, ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ് ഇവിടെ ഗ്രീൻ എന്ന് പറയുന്ന ആ അജക്റ്റീവ്. ഗ്രീൻ കളേഴ്സ് എപ്പോഴും അജക്റ്റീവ്സ് ആണ് കേട്ടോ. ഇങ്ങനെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയി വരിക ഒന്നുകിൽ ഒരു നൗൺ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അജക്റ്റീവ് ആയിരിക്കും. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയും വരിക ഒന്നുകിൽ ഒരു നൗൺ ആയിരിക്കും അല്ലെങ്കിൽ ഒരു അജക്റ്റീവ് ആയിരിക്കും. ഞങ്ങൾ അവനെ ഒരു ജീനിയസ് ആയി കരുതുന്നു. സബ്ജക്റ്റ് ഞങ്ങളാണ് അല്ലെ, വി. കരുതുന്നു അതിന് നമുക്ക് കൺസിഡർ എന്ന് പറയാം. വി കൺസിഡർ, ഞങ്ങൾ കരുതുന്നു. ആരെ? അവനെ. അതാണ് ഒബ്ജക്റ്റ്. വി കൺസിഡർ ഹിം. അവനെ എന്തായാണ് ഞങ്ങൾ കരുതുന്നത്? ഒരു ജീനിയസ് ആയാണ് കരുതുന്നത്. വി കൺസിഡർ ഹിം എ ജീനിയസ്. അല്ലെങ്കിൽ നമുക്കിത് എന്ത് പറയാം? വി കൺസിഡർ ഹിം ടു ബി എ ജീനിയസ്. ആ ടു ബി അവിടെ നിർബന്ധമില്ല. കൺസിഡറിന് ശേഷം നമ്മൾ പലപ്പോഴും ടു ബി ഉപയോഗിക്കും. വി കൺസിഡർ ഹിം ടു ബി എ ജീനിയസ്. പക്ഷേ ആ ടു ബി നമുക്ക് പലപ്പോഴും ഒമിറ്റ് ചെയ്യാൻ സാധിക്കും. അതവിടെ നിർബന്ധമില്ല. അജക്റ്റീവ്സിന് മുന്നിൽ നമ്മൾ നോർമലി അത് ഒമിറ്റ് ചെയ്യും. നൗൺസിന് മുന്നിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വി കൺസിഡർ ഹിം എ ജീനിയസ് അല്ലെങ്കിൽ വി കൺസിഡർ ഹിം ടു ബി എ ജീനിയസ്. അവൻ ഒരു ജീനിയസ് ആണ് എന്ന് ഞങ്ങൾ കരുതുന്നു. സബ്ജക്റ്റ് വി, വെർബ് കൺസിഡർ, ഒബ്ജക്റ്റ് ഹിം. ഹി എന്നതാണ് അതിന്റെ സബ്ജക്റ്റ് ഫോം. അവൻ എന്ന പ്രൊനൗണിന്റെ സബ്ജക്റ്റ് ഫോം ഹി ആണ്, അതിന്റെ ഒബ്ജക്റ്റ് ഫോം അവനെ, അത് ഹിം ആണ്. വി കൺസിഡർ ഹിം ടു ബി എ ജീനിയസ്. ഞങ്ങൾ അവനെ ഒരു ജീനിയസ് ആയി കരുതുന്നു. ഈ തീരുമാനം ബുദ്ധിപരമല്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ കരുതുന്നു, ഞാനാണ് സബ്ജക്റ്റ്. ഐ കൺസിഡർ, ഞാൻ കരുതുന്നു. ഐ കൺസിഡർ, എന്താണ് ഞാൻ കരുതുന്നത്? ഈ തീരുമാനം, ദിസ് ഡിസിഷൻ. ഐ കൺസിഡർ ദിസ് ഡിസിഷൻ ബുദ്ധിപരമല്ല എന്ന്. നമുക്കൊരു തീരുമാനം വിവേകപരമാണ്, ബുദ്ധിപരമാണ് എന്നെല്ലാം പറയാൻ നമ്മൾ എന്ത് പറയും? വൈസ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് എന്നർത്ഥം അല്ലെ. അപ്പോൾ ബുദ്ധിപരമല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് പറയാം? വൈസിന്റെ ഓപ്പോസിറ്റ് അൺവൈസ് എന്ന് പറയാം. ഐ കൺസിഡർ ദിസ് ഡിസിഷൻ അൺവൈസ്. ഞാൻ ഈ തീരുമാനം ബുദ്ധിപരമല്ല, വിവേകശൂന്യമാണ് എന്ന് കരുതുന്നു എന്നർത്ഥം. സബ്ജക്റ്റ് ഐ, വെർബ് കൺസിഡർ, ഒബ്ജക്റ്റ് ഡിസിഷൻ, ഈ തീരുമാനം. ആ ഒബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ദിസ് എന്ന് പറയുന്ന ഒരു ഡെമോൺസ്ട്രേറ്റീവ് അജക്റ്റീവ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റ് ആയാലും അത് ഒരു വാക്കായിരിക്കണമെന്നില്ല. അതിൻ്റെ കൂടെ അജക്റ്റീവ്സ് വരാം, ആർട്ടിക്കിൾസ് വരാം, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെർബിലും ഒന്നിൽ കൂടുതൽ വാക്കുകൾ പലപ്പോഴും ഉണ്ടാവും. ഇവിടെ വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ. കൺസിഡർ എന്ന വെർബിനകത്ത് ഒരു വാക്കേ ഉള്ളൂ. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും വെർബിൽ ഒരു വാക്കേ ഉണ്ടായിരിക്കുള്ളൂ. അഫർമേറ്റീവ് സെന്റൻസസിൽ, അതായത് പോസിറ്റീവ് സെന്റൻസസിൽ. പക്ഷേ ഈ രണ്ട് ടെൻസിലും തന്നെ ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലും വെർബിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടായിരിക്കും. മറ്റ് ടെൻസസിലെല്ലാം വെർബിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഉണ്ടായിരിക്കും. ഐ കൺസിഡർ ദിസ് ഡിസിഷൻ അൺവൈസ്. ഞാൻ ഈ തീരുമാനം ബുദ്ധിപരമല്ല, വിവേകശൂന്യം ആണ് എന്ന് കരുതുന്നു. അവന്റെ പെരുമാറ്റം ഞങ്ങൾക്ക് വിചിത്രമായി തോന്നി. ഞങ്ങൾക്ക് തോന്നി. നമ്മളിത് തോന്നി എന്നതിന് നമ്മൾ പൊതുവെ പറയുക തോട്ട് അല്ലെങ്കിൽ ഫെൽറ്റ് എന്നാണ്. നമുക്കിതിന് ഇംഗ്ലീഷിൽ വേറെ വെർബ് യൂസ് ചെയ്യാൻ സാധിക്കും. സബ്ജക്റ്റ് ഇവിടെ ഞങ്ങളാണ്, വി ആണ്. വി ഫൗണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് അങ്ങനെ കാഴ്ചയിൽ അങ്ങനെ തോന്നി എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. വി ഫൗണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ കാണപ്പെട്ടു എന്ന അർത്ഥത്തിൽ. വി ഫൗണ്ട്, എന്താണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? അവന്റെ പെരുമാറ്റം, ഹിസ് ബിഹേവിയർ, അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. വിചിത്രമായി തോന്നി. എങ്ങനെയാണ് തോന്നിയത്? വിചിത്രമായാണ് തോന്നിയത്. വി ഫൗണ്ട് ഹിസ് ബിഹേവിയർ സ്ട്രേഞ്ച്. ഞങ്ങൾക്ക് അവന്റെ പെരുമാറ്റം വിചിത്രമായി തോന്നി. ഫൗണ്ട് എന്ന ഈ വെർബിന് ശേഷം നമുക്കിങ്ങനെ ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് കോംപ്ലിമെന്റും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഫെൽറ്റ് അല്ലെങ്കിൽ തോട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യാൻ സാധ്യതയില്ല. അതിന് പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുക ഒരു ദാറ്റ് ക്ലോസ് ആണ്. നമുക്കിത് ഇങ്ങനെയും പറയാം. വി തോട്ട് ദാറ്റ് ഹിസ് ബിഹേവിയർ വാസ് സ്ട്രേഞ്ച് അല്ലെങ്കിൽ വി ഫെൽറ്റ് ദാറ്റ് ഹിസ് ബിഹേവിയർ വാസ് സ്ട്രേഞ്ച്. നമ്മളിവിടെ തോട്ടിനും ഫെൽറ്റിനും ശേഷം ഒരു ദാറ്റ് ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഫൗണ്ടിന് ശേഷം, ഫൗണ്ട് എന്ന വെർബിന് ശേഷം നമ്മൾ ഒബ്ജക്ട് പ്ലസ് കോംപ്ലിമെന്റ് ആണ് ഉപയോഗിച്ചത്. ഇത് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ പാറ്റേൺസും നമുക്ക് എല്ലാ വേർബ്സിന്റെ കൂടെയും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ചില വേർബ്സിന് ശേഷം നമ്മൾ ING ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ചിലതിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചില വേർബ്സിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കണം. ING ഫോമോ ടു ഇൻഫിനിറ്റീവോ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഫൗണ്ടിന് ശേഷം നമുക്ക് ഒബ്ജക്ട് പ്ലസ് കോംപ്ലിമെന്റ് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ തോട്ടിനോ ഫെൽറ്റിനോ ശേഷം, തോട്ട് എന്ന് പറയുമ്പോൾ തിങ്ക് എന്ന വെർബിന്റെ V2 ആണ്, ഫെൽറ്റ് ഫീൽ എന്ന വെർബിന്റെ V2 ആണ്. ഈ ഫീൽ, തിങ്ക് ഇതുപോലുള്ള വേർബ്സിന് ശേഷം നമ്മൾ പൊതുവെ ദാറ്റ് ക്ലോസസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നെ കള്ളി എന്ന് വിളിക്കരുത്. വിളിക്കരുത്, ഡോണ്ട് കോൾ. ആരെ? എന്നെ. ഡോണ്ട് കോൾ മീ. എന്ത് വിളിക്കരുത്? കള്ളി എന്ന് വിളിക്കരുത്. കള്ളം പറയുന്നവൾ എന്നർത്ഥത്തിൽ.
ഡോണ്ട് കോൾ മീ എ ലയർ, എന്നെ കള്ളി എന്ന് വിളിക്കരുത്. ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്, ഇതിന് സബ്ജക്റ്റ് ഇല്ല. ഇത് ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതൊരു റിക്വസ്റ്റ് ആയിരിക്കാം, ഓർഡർ ആയിരിക്കാം, കമാൻഡ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരാളോട് ഒരു കാര്യം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നതിനോ റിക്വസ്റ്റ് ചെയ്യുന്നതിനോ അത് അവരുടെ അടുത്ത് നിർദ്ദേശിക്കുന്നതിനോ അവരുടെ അടുത്ത് ഓർഡർ ചെയ്യുന്നതിനോ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസസ് ആണ് ഇംപറേറ്റീവ് സെന്റൻസസ്. ഇതിന്റെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും യു ആയിരിക്കും, പക്ഷെ നമ്മളത് മെൻഷൻ ചെയ്യാറില്ല. എന്നെ കള്ളി എന്ന് വിളിക്കരുത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളോടാണ്. ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവരോടാണ് പറയുന്നത്. സബ്ജക്റ്റ് എല്ലായ്പ്പോഴും യു ആണ്, പക്ഷെ നമ്മളതിവിടെ മെൻഷൻ ചെയ്യില്ല. യു ഡോണ്ട് കോൾ മീ എ ലയർ എന്ന് പറയില്ല. ഡോണ്ട് കോൾ മീ എ ലയർ, എന്നെ കള്ളി എന്ന് വിളിക്കരുത്. ഇംപറേറ്റീവ് സെന്റൻസസ് എല്ലായ്പ്പോഴും വെർബ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. സബ്ജക്റ്റ് ഇല്ല എന്ന് പറഞ്ഞല്ലോ, സബ്ജക്റ്റ് ഉണ്ട്, യു ആണ്, നമ്മളത് മെൻഷൻ ചെയ്യുന്നില്ല. വെർബ് ഡോണ്ട് കോൾ, അതിനകത്ത് 2 വാക്കുണ്ട്, ആക്ച്വലി അതിനകത്ത് 3 വാക്കുണ്ട്. ഡു നോട്ട് കോൾ എന്നതാണ് ഡോണ്ട് കോൾ ആയി മാറിയത്. ഒബ്ജക്റ്റ് മീ, പിന്നെ വന്നിട്ടുള്ള എ ലയർ എന്ന എക്സ്പ്രഷൻ അതിവിടെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വാക്കാണത്, അതുകൊണ്ട് നമ്മൾ അതിനെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയത് ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് കോംപ്ലിമെന്റും വരുന്ന സെന്റൻസ് പാറ്റേൺസിനെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റ് എല്ലായ്പ്പോഴും നൗണോ പ്രൊനൗണോ ആവണമെന്നില്ല. നമുക്ക് ING ഫോം ഒബ്ജക്റ്റായി യൂസ് ചെയ്യാം, നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഒബ്ജക്റ്റായി യൂസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ING ഫോംസ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന പാറ്റേൺസിനെ കുറിച്ചാണ്. അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാറ്റേൺസിൽ വരുന്നത്. ഒബ്ജക്റ്റായി നമ്മൾ ഇതുവരെ നോക്കിയ പാറ്റേൺസിൽ, കഴിഞ്ഞ പാറ്റേൺസിലെല്ലാം ഒബ്ജക്റ്റായി വന്നിട്ടുള്ള ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ING ഫോം ഒബ്ജക്റ്റായി വരുന്ന സെന്റൻസ് പാറ്റേൺസിനെ കുറിച്ചാണ്. ഞാൻ വായന ആസ്വദിക്കുന്നു. ചില വേർബ്സിന് ശേഷം നമുക്ക് നൗൺസ് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു കാരണം ആ ഒരു നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ആ മീനിങ്ങിലുള്ള ഒരു നൗൺ ഉണ്ടായിരിക്കില്ല ഇംഗ്ലീഷിൽ. അങ്ങനെ വരുമ്പോൾ അതേ മീനിങ് വരുന്ന ഒരു ING ഫോം ആണ് നമ്മളോട് ഉപയോഗിക്കുക, നൗണിന് പകരം. ഇങ്ങനെ ഒരു നൗൺ ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ പലപ്പോഴും ഒരു ING ഫോം അല്ലെങ്കിൽ ഒരു ടു ഇൻഫിനിറ്റീവ് സബ്ജക്റ്റായോ ഒബ്ജക്റ്റായോ യൂസ് ചെയ്യുന്നത്. നൗൺ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ING ഫോമിന് പകരം ആ നൗൺ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ വായന ആസ്വദിക്കുന്നു. ആസ്വദിക്കുന്നു എന്നതിന് നമുക്ക് ലവ് എന്ന് പറയാം, ലൈക്ക് എന്ന് പറയാം, എൻജോയ് എന്ന് പറയാം. എൻജോയ് ആണ് കൂടുതൽ കറക്റ്റ്. ഐ എൻജോയ് റീഡിങ്. ഞാൻ വായന ആസ്വദിക്കുന്നു. ഇവിടെ സബ്ജക്റ്റ് ഐ, എൻജോയ് വെർബ്, അതിന്റെ ഒബ്ജക്റ്റ് ആണ് ഐ എൻജോയ് വാട്ട്. എന്താണ് ഞാൻ ആസ്വദിക്കുന്നത്? വായന. ഐ എൻജോയ് റീഡിങ്. അതിന്റെ ഒബ്ജക്റ്റ് ആണ് റീഡിങ്. എൻജോയ് എന്ന വെർബിന് ശേഷം നമുക്ക് നൗൺസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ING ഫോം യൂസ് ചെയ്യാം. ഇതിന് ശേഷം ഈ വെർബിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഒരിക്കലും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഐ എൻജോയ് റീഡിങ്. ഐ എൻജോയ് ടു റീഡ് എന്ന് പറയരുത്, ഐ എൻജോയ് റീഡിങ്. ചില വെർബ്സിന് ശേഷം നമ്മൾ ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ, ചിലതിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് വേണം യൂസ് ചെയ്യാൻ. ചില വെർബ്സിന് ശേഷം നമുക്ക് ING ഫോം യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം. ചിലപ്പോൾ മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും, പലപ്പോഴും മീനിങ്ങിൽ കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. എൻജോയ് എന്ന വെർബിന് ശേഷം നമ്മൾ ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. എൻജോയ് എന്ന വെർബിന് പകരം നമ്മൾ ലൈക്ക് എന്ന വെർബാണ് യൂസ് ചെയ്തിരുന്നതെങ്കിലോ അല്ലെങ്കിൽ ലവ് എന്ന വെർബാണ് യൂസ് ചെയ്തിരുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡിംഗ് എന്ന ING ഫോം യൂസ് ചെയ്യാം, ടു റീഡ് എന്ന ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. ലൈക്കിന് ശേഷം അല്ലെങ്കിൽ ലവിന് ശേഷം നമുക്ക് ING ഫോമും ഇൻഫിനിറ്റീവും ഏകദേശം ഒരേ മീനിങ്ങിൽ തന്നെ യൂസ് ചെയ്യാം. ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ലൈക്കിന് ശേഷം നമുക്ക് ING ഫോമും ഇൻഫിനിറ്റീവും ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാവുന്നതാണ്. ഐ ലൈക്ക് റീഡിംഗ്. എനിക്ക് വായന ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു റീഡ്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചെയ്യാമോ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പരാതിയുണ്ടോ എന്നെല്ലാം വളരെ പൊളൈറ്റായി ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ മൈൻഡ് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് യൂസ് ചെയ്യുക. വുഡ് യു മൈൻഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡു യു മൈൻഡ് എന്ന് ചോദിക്കാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ? വെയിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പരാതിയുണ്ടോ? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മിനിറ്റ്? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ? മൈൻഡിന് ശേഷം എപ്പോഴും ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. വുഡ് യു മൈൻഡ് ടു വെയിറ്റ് എന്ന് പറയരുത്. വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ മിനിറ്റ്. മൈൻഡിന് ശേഷം ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഒരു ഡോക്ടറെ കാണാൻ അമ്മ നിർദ്ദേശിച്ചു. അമ്മ നിർദ്ദേശിച്ചു. മദർ സജസ്റ്റഡ്. എന്താ അമ്മ നിർദ്ദേശിച്ചത്? ഡോക്ടറെ കാണാൻ, അല്ലെ? മദർ സജസ്റ്റഡ് ടു സീ എന്ന് പറയരുത്. മദർ സജസ്റ്റഡ് സീയിങ് എ ഡോക്ടർ. മദർ സജസ്റ്റഡ് സീയിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ് എ ഡോക്ടർ.
സജസ്റ്റിന് ശേഷം എൻജോയ് എന്ന വെർബിന്റെയും മൈൻഡ് എന്ന വെർബിന്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ സജസ്റ്റിന് ശേഷം ing ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. മദർ സജസ്റ്റഡ് സീയിങ് എ ഡോക്ടർ അല്ലെങ്കിൽ മദർ സജസ്റ്റഡ് കൺസൾട്ടിങ് എ ഡോക്ടർ. മദർ സജസ്റ്റഡ് ടു സീ നോട്ട് ടു കൺസൾട്ട് എന്നും അവിടെ പറയരുത്. ഇവിടെ ഒബ്ജക്റ്റ് ആയി വന്നിട്ടുള്ളത് കൺസൾട്ടിങ് അല്ലെങ്കിൽ സീയിങ് എന്ന് പറയുന്ന ing ഫോം ആണ്. പിന്നെ ആ ing ഫോമിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഡോക്ടർ എന്ന നൗൺ ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഒബ്ജക്റ്റായി ഒരു ing ഫോം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടു ഇൻഫിനിറ്റീവ് വരുന്ന സമയത്ത് പിന്നെ ആ ഒബ്ജക്റ്റിന് മറ്റൊരു ഒബ്ജക്റ്റ് കൂടി ഉണ്ടാവാം. ഒബ്ജക്റ്റായി ഒരു നൗൺ വരുന്ന സമയത്ത് പിന്നെ അതിന് ശേഷം മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ആ നൗണിന് ശേഷം പിന്നെ ഒരു നൗൺ വരുമ്പോൾ അത് ഒരു ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അഡ്ജക്റ്റീവും അങ്ങനെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയി യൂസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു ing ഫോമിന് ശേഷം മറ്റൊരു നൗൺ വരുമ്പോൾ അത് ആ ing ഫോമിന്റെ ഒബ്ജക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. മദർ സജസ്റ്റഡ് കൺസൾട്ടിങ് എ ഡോക്ടർ. ഇവിടെ സബ്ജക്റ്റ് മദർ അമ്മ, വെർബ് സജസ്റ്റഡ്, അതിന്റെ ഒബ്ജക്റ്റ് കൺസൾട്ടിങ് അല്ലെങ്കിൽ സീയിങ്. പിന്നെ ആ സീയിങ് എന്ന് പറയുന്ന ing ഫോമിന്റെയും ഒബ്ജക്റ്റ് ആണ് ഇവിടുത്തെ ഡോക്ടർ എന്ന് പറയുന്ന ആ നൗൺ. മദർ സജസ്റ്റഡ് കൺസൾട്ടിങ് എ ഡോക്ടർ. ഞാൻ വീട് വൃത്തിയാക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഞാൻ വീട് വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു, ഞാനൊരു ജോലി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഐ ഹാവ് ഫിനിഷ്ഡ്. എന്താണ് കംപ്ലീറ്റ് ചെയ്തത്? വൃത്തിയാക്കൽ അല്ലെ, ക്ലീനിങ്. ഐ ഹാവ് ഫിനിഷ്ഡ് ക്ലീനിങ്. എന്താണ് വൃത്തിയാക്കിയത്? വീട്. ഐ ഹാവ് ഫിനിഷ്ഡ് ക്ലീനിങ് ദ ഹൗസ്. ഐ ഹാവ് ഫിനിഷ്ഡ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഞാൻ വൃത്തിയാക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഐ ഹാവ് ഫിനിഷ്ഡ് ക്ലീനിങ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ ഞാൻ വീട് വൃത്തിയാക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു. സബ്ജക്റ്റ് ഐ, വെർബ് ഹാവ് ഫിനിഷ്ഡ്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം ആണ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3. ഹാവ് നമ്മൾ ഉപയോഗിക്കുക ഐയുടെയും യുവിന്റെയും അതുപോലെ തന്നെ മറ്റു പ്ലൂറൽ സബ്ജക്ട്സിന്റെയും കൂടെയാണ്. ഹാസ് നമ്മൾ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഇവിടെ സബ്ജക്റ്റ് ആയി ആയത് കാരണമാണ് നമ്മളിവിടെ ഹാവ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ഫിനിഷ്ഡ് ക്ലീനിങ്. ഞാൻ വൃത്തിയാക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഹാവ് ഫിനിഷ്ഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ക്ലീനിങ് എന്ന് പറയുന്ന ആ ing ഫോം. പിന്നെ ആ ing ഫോമിന്റെയും ഒബ്ജക്റ്റ് ആയിട്ടാണ് ഹൗസ് എന്ന് പറയുന്ന നൗൺ വരുന്നത്. എന്താണ് വൃത്തിയാക്കിയത്? വീടാണ് വൃത്തിയാക്കിയത്. അത് ക്ലീനിങ്ങിന്റെ ഒബ്ജക്റ്റ് ആണ്. അവർ സംസാരിക്കുന്നത് നിർത്തി. ദേ സ്റ്റോപ്ഡ് ടോക്കിംഗ്. അവർ സംസാരിക്കുന്നത് നിർത്തി. സ്റ്റോപ്പ് എന്ന വെർബിന് ശേഷം നമ്മൾ പൊതുവെ ing ഫോമാണ് യൂസ് ചെയ്യുക. ടു ഇൻഫിനിറ്റീവ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷെ അപ്പം മീനിങ് ഡിഫറെന്റ് ആയി വരും. അത് നമുക്ക് വഴിയെ നോക്കാം. ദേ സ്റ്റോപ്ഡ് ടോക്കിംഗ്. അവർ സംസാരിക്കുന്നത് നിർത്തി അല്ലെങ്കിൽ സംസാരം നിർത്തി. ഞാൻ TV കാണുന്നത് നിർത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ TV കാണാറില്ല എന്നർത്ഥം. സ്റ്റോപ്പ് എന്ന വെർബ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗീവ് അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ഐ ഹാവ് സ്റ്റോപ്ഡ് വാച്ചിങ് TV എന്ന് പറയാം. ഞാൻ TV കാണുന്നത് നിർത്തിയിരിക്കുന്നു. ഐ ഹാവ് സ്റ്റോപ്ഡ് വാച്ചിങ്. ഞാൻ കാണുന്നത് നിർത്തി. ഐ ഹാവ് സ്റ്റോപ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്നു. എന്താണ് നിർത്തിയത്? കാണുന്നത്. ഐ ഹാവ് സ്റ്റോപ്ഡ് വാച്ചിങ്. എന്ത് കാണുന്നത്? TV കാണുന്നത്. ഐ ഹാവ് സ്റ്റോപ്ഡ് വാച്ചിങ് TV. ഞാൻ TV കാണുന്നത് നിർത്തിയിരിക്കുന്നു. ഹാവ് സ്റ്റോപ്ഡിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാവ് ഗിവൺ അപ്പ് ഉപയോഗിക്കാം. ഗിവ് അപ്പ് എന്ന വെർബിന്റെ V3 ആണ് ഗിവൺ അപ്പ്. ഐ ഹാവ് ഗിവൺ അപ്പ് വാച്ചിങ് TV. ഞാൻ TV കാണുന്നത് നിർത്തിയിരിക്കുന്നു. ഐ ഹാവ് സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാലും മതി. അവൾ ജോലി തുടർന്നു. തുടരുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഗോ ഓൺ. അവൾ ജോലി തുടർന്നു. ഗോ ഓൺ എന്നതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് V2 ആണ് വെന്റ് ഓൺ. ഷീ വെന്റ് ഓൺ വർക്കിംഗ്. അവൾ ജോലി തുടർന്നു. ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അവനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺസിലെല്ലാം എങ്ങനെയായിരുന്നു? ഒബ്ജക്റ്റ് ആയി വരുന്നത് ഒരു ing ഫോം ആയിരുന്നു. പിന്നെ പലപ്പോഴും ആ ing ഫോമിന് ഒബ്ജക്റ്റ് ആയി അതിനുശേഷം ഒരു നൗൺ വരുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയല്ലാതെ മറ്റൊരു പാറ്റേണിലും കൂടി യൂസ് ചെയ്യാം. ഒബ്ജക്റ്റായി നമുക്കൊരു നൗൺ ഉപയോഗിക്കാം, പിന്നെ അതിനുശേഷം നമുക്ക് ഒരു ing ഫോം യൂസ് ചെയ്യാൻ സാധിക്കും. ഈ എക്സാമ്പിൾ നോക്കൂ. അവൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. ഐ കാൺ ഇമാജിൻ. എന്താണ് എനിക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്? അവൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് അല്ലെ. ഐ കാൺ ഇമാജിൻ. പിന്നെ നമുക്ക് അവിടെ അവൻ എന്ന അർത്ഥത്തിൽ ഒരു ഒബ്ജക്റ്റ് പ്രൊനൗൺ അവിടെ യൂസ് ചെയ്യാം. ഐ കാൺ ഇമാജിൻ ഹിം. ഒബ്ജക്റ്റ് പ്രൊനൗൺ തന്നെ വേണം യൂസ് ചെയ്യാൻ, സബ്ജക്റ്റ് പ്രൊനൗൺ യൂസ് ചെയ്യരുത്. ഹി സബ്ജക്റ്റ് ഫോം ആണ്, ഹിം ആണ് അതിന്റെ ഒബ്ജക്റ്റ് ഫോം. ഷീ ആണെങ്കിൽ ഷീ സബ്ജക്റ്റ് ഫോം ആണ്, ഹെർ ആണ് അതിന്റെ ഒബ്ജക്റ്റ് ഫോം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്, കാരണം നമുക്ക് ഒബ്ജക്റ്റ് ആയാണ് ഈ പ്രൊനൗൺ ഇവിടെ വരുന്നത്. ഐ കാൺ ഇമാജിൻ ഹിം. എന്താണ് സങ്കല്പിക്കാൻ കഴിയാത്തത്? അവനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് സങ്കല്പിക്കാൻ കഴിയാത്തത്. ഐ കാൺ ഇമാജിൻ ഹിം വർക്കിംഗ് ഇൻ എൻ ഓഫീസ്.
ഹിം വർക്കിംഗ് ഇൻ എൻ ഓഫീസ് എന്ന് പറയുമ്പോൾ അവൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുക എന്നാണ്. ഇവിടെ സബ്ജക്റ്റ് ഐ, പിന്നെ വെർബ് കാൺ ഇമാജിൻ, അതിനുശേഷം ഒബ്ജക്റ്റ് ഹിം, അതിനുശേഷമാണ് നമ്മളിവിടെ ING ഫോം യൂസ് ചെയ്തത്. ഐ കാൺ ഇമാജിൻ ഹിം വർക്കിംഗ് ഇൻ എൻ ഓഫീസ്. ഇനി ആ ഹിം അവിടുന്ന് എടുത്തു മാറ്റിയാലോ? അങ്ങനെയാകുമ്പോൾ മീനിങ് മാറും. ഐ കാൺ ഇമാജിൻ വർക്കിംഗ് ഇൻ എൻ ഓഫീസ്. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല എന്നാണ്. ഹിം എന്ന ഒരു പ്രൊനൗൺ ഇടയിൽ വന്നപ്പോൾ അവൻ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല എന്ന അർത്ഥം വന്നു. ആ ഹിമ്മിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റുമ്പോൾ പിന്നെ അർത്ഥം വരുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല എന്നാണ്. ഐ കാൺ ഇമാജിൻ വർക്കിംഗ് ഇൻ എൻ ഓഫീസ്. ഈ രണ്ടാമത്തെ സെന്റൻസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ING ഫോം ആണ്. ഇവിടെ ING ഫോം ആണ് ഒബ്ജക്റ്റായി വരുന്നത്. ആദ്യത്തെ സെന്റൻസിൽ ഒബ്ജക്റ്റായി ഹിം വന്നു, അതിനുശേഷമാണ് നമ്മൾ ING ഫോം യൂസ് ചെയ്തത്. മീനിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. നീ ശരിക്കും അത് പറഞ്ഞിരുന്നോ? ഡിഡ് യു സേ ദാറ്റ്? നീ ശരിക്കും അത് പറഞ്ഞിരുന്നോ? ഡിഡ് യു റിയലി സേ ദാറ്റ്? നീ അത് പറഞ്ഞിരുന്നോ? നീ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ. എന്താണ് ഞാൻ ഓർക്കാത്തത്? നീ പറഞ്ഞതായി. ഐ ഡോണ്ട് റിമെമ്പർ യു സെയിങ് ദാറ്റ്. നീ അത് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ യു എന്ന പ്രൊനൗൺ അതിന്റെ സബ്ജക്ട് ഫോമും ഒബ്ജക്റ്റ് ഫോമും ഒന്ന് തന്നെയാണ്, യു തന്നെയാണ്. ഹിയോ ഷിയോ പോലെയല്ല. യു എന്ന പ്രൊനൗൺ സബ്ജക്റ്റ് ആയാലും ഒബ്ജക്റ്റ് ആയാലും യു തന്നെയാണ്. ഐ ഡോണ്ട് റിമെമ്പർ യു സെയിങ് ദാറ്റ്. നീ അത് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ഇനി ആ യു എവിടെ നിന്ന് മാറ്റിയാലോ? അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ഐ ഡോണ്ട് റിമെമ്പർ സെയിങ് ദാറ്റ്. അതിന്റെ അർത്ഥം എന്താ? ഞാനത് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ സെയിങ് ദാറ്റ്. ഞാൻ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ യു സെയിങ് ദാറ്റ്. നീ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. യുവിന് പകരം അവിടെ ഹിമ്മോ ഹെറോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹിമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവൻ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല എന്നർത്ഥം വരും. അവർ എന്നെ മണിക്കൂറുകളോളം കാത്തു നിർത്തി. എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. അവരാണ് കാത്തു നിർത്തുന്നത് അല്ലെ? അപ്പൊ അവരാണ് സബ്ജക്റ്റ്. ദേ എന്നെ കാത്തു നിർത്തി. ഞാൻ ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിച്ചു, കുറെ നേരം കണ്ടിന്യൂസ് ആയി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നെല്ലാം പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ കീപ്പ് എന്ന വെർബ് യൂസ് ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മൾ മറ്റു വാക്കുകൾ യൂസ് ചെയ്യും. ദേ കെപ്റ്റ് മീ വെയിറ്റിംഗ്. അവർ എന്നെ കാത്തു നിർത്തി മണിക്കൂറുകളോളം, ഫോർ അവേഴ്സ്. കീപ്പ് എന്ന വെർബിന്റെ V2 ആണ് കെപ്റ്റ്. അതിനുശേഷം ആരെയാ കാത്തു നിർത്തിയത്? അതാണ് ഒബ്ജക്റ്റ് മീ, അതവിടെ വന്നു. പിന്നെ വെയിറ്റിംഗ് എന്ന ഒരു ING ഫോം അവിടെ വന്നു. ദേ കെപ്റ്റ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാലോ അതിനർത്ഥം അവർ മണിക്കൂറുകളോളം കാത്തു നിന്നു എന്നാണ്. ദേ കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ അവേഴ്സ് എന്ന് പറയുമ്പോൾ അവരാണ് കാത്തു നിൽക്കുന്നത് മണിക്കൂറുകളോളം. ദേ കെപ്റ്റ് മീ വെയിറ്റിംഗ് എന്ന് പറയുമ്പോഴോ അവർ കാരണം ഞാൻ കാത്തു നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ എന്നെ കാത്തു നിർത്തിച്ചു. കീപ്പ് എന്ന വെർബിന് പകരം നമുക്കിവിടെ മേക്ക് എന്ന വെർബ് യൂസ് ചെയ്യാം, ഇതേ മീനിങ്ങിൽ തന്നെ. അങ്ങനെ വരുമ്പോൾ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ദേ മെയ്ഡ് മീ വെയിറ്റ്, അങ്ങനെ നമ്മൾ പറയാം. ദേ മെയ്ഡ് മീ വെയിറ്റ് ഫോർ അവേഴ്സ്. മെയ്ഡ് മേക്ക് എന്ന വെർബിന്റെ V2 ആണ്. പിന്നെ ഒബ്ജക്റ്റായി മീ വന്നു. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. മേക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ING ഫോം അല്ല, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം മേക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. ഇത് ടെൻസ് ഏതായാലും ആ വെയിറ്റ് അവിടെ വെയിറ്റ് ആയി തന്നെ നിൽക്കും. ദേ മെയ്ഡ് മീ വെയിറ്റ് ഫോർ അവേഴ്സ്. ദേ മെയ്ഡ് മീ ടു വെയിറ്റ് എന്നോ ദേ മെയ്ഡ് മീ വെയിറ്റിംഗ് എന്നോ പറയരുത്. കീപ്പിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്, ടു ഇൻഫിനിറ്റീവ് അല്ല. ദേ കെപ്റ്റ് മീ വെയിറ്റിംഗ് ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ദേ മെയ്ഡ് മീ വെയിറ്റ് ഫോർ അവേഴ്സ്. ഓരോ വെർബിന് ശേഷവും നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ട്രക്ചേഴ്സ് ഏതെല്ലാമാണെന്ന് നമുക്കറിയാം. ചില വെർബ്സിന് ശേഷം നമ്മൾ ING ഫോം ആകും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ചിലതിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. പലപ്പോഴും നമുക്കിത് രണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്ന വെർബ്സിന് ശേഷം ഏതെല്ലാം സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. കോമൺ ആയ വെർബ്സ് ആണ് നമ്മൾ ഈ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കസേരകൾ ഒന്നുമില്ല. ദർ ആർ നോ ചെയർസ്. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ദർ ഉപയോഗിച്ചാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. കസേരകളുണ്ട്, ദർ ആർ ചെയേഴ്സ്. കസേരകളില്ല, ദർ ആർ നോ ചെയേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദർ ആർ ഇൻ എനി ചെയേഴ്സ് എന്നും പറയാം. ദർ ആർ ഇൻ എനി ചെയേഴ്സ് എന്ന് പറഞ്ഞാലും ദർ ആർ നോ ചെയേഴ്സ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. നിങ്ങൾക്ക് നിൽക്കുന്നതിൽ വിരോധമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് നിൽക്കുന്നതിൽ വിരോധമില്ല എന്ന്. ഐ ഹോപ്പ് ദാറ്റ് യു ഡോണ്ട് മൈൻഡ് സ്റ്റാൻഡിങ്. ദാറ്റ് അവിടെ നിർബന്ധമില്ല. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മതി. യു ഡോണ്ട് മൈൻഡ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നിൽക്കാൻ നിങ്ങൾക്ക് വിരോധമില്ല എന്നർത്ഥം. ഐ ഡോണ്ട് മൈൻഡ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നിൽക്കാൻ എനിക്ക് പരാതിയില്ല എന്നാണ് അർത്ഥം. എനിക്ക് ചിരി നിർത്താനായില്ല. ഐ കുഡിന്റ് സ്റ്റോപ്പ് ലോഫിങ്. എനിക്ക് ചിരി നിർത്താനായില്ല.
ഐ കുഡിൻ സ്റ്റോപ്പ് ലോഫിംഗ്. സ്റ്റോപ്പിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. ഐ കുഡിൻ സ്റ്റോപ്പ് ടു ലോഫ് അല്ല, ടു ഇൻഫിനിറ്റീവ് അവിടെ ഉപയോഗിക്കരുത്. ഐ കുഡിൻ സ്റ്റോപ്പ് ലോഫിംഗ്. എനിക്ക് ചിരി നിർത്താനായില്ല. എനിക്ക് ചിരിക്കാതിരിക്കാനായില്ല. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതായത് ഞാൻ ചിരിച്ചുപോയി, ചിരിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ കൂടി ഞാൻ ചിരിച്ചുപോയി. ഇതിന് നമ്മൾ ഹെൽപ്പ് എന്ന വെർബ് ഉപയോഗിച്ചാണ് പറയാം. അതിനൊരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. നമ്മളിത് ഇങ്ങനെയാണ് പറയാം. ഐ കുഡിൻ ഹെൽപ്പ് ലോഫിംഗ്. എനിക്ക് ചിരിക്കാതിരിക്കാനായില്ല. ഐ കുഡിൻ ഹെൽപ്പ്. കുഡിൻ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കാനായില്ല എന്നാണ്, കരയാതിരിക്കാനായില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഐ കുഡിൻ ഹെൽപ്പ് ക്രൈങ് എന്നാണ്. എനിക്ക് കരയാതിരിക്കാനായില്ല. കുഡിൻ ഹെൽപ്പിന് അർത്ഥം അതാണ്, ഒരു കാര്യം നമുക്ക് ചെയ്യാതിരിക്കാനായില്ല എന്ന്. അതിനുശേഷം ING ഫോം തന്നെ വേണം യൂസ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയത് ING ഫോംസ് ഉപയോഗിക്കുന്ന സെന്റൻസ് പാറ്റേൺസിനെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുന്ന പാറ്റേൺസ് നോക്കാം. വൈകിയിരുന്നു, ഇറ്റ് വാസ് ലേറ്റ്. അതുകൊണ്ട്, സോ. വീട്ടിലേക്ക് ഒരു ടാക്സി പിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു, വി ഡിസൈഡഡ്. ഡിസൈഡ് എന്ന് പറയുമ്പോൾ തീരുമാനിക്കുക, അതിന്റെ വീട്ടുമാണ് ഡിസൈഡഡ്. വി ഡിസൈഡഡ്. എന്താണ് തീരുമാനിച്ചത്? ടാക്സി പിടിക്കാൻ. ടാക്സി വിളിച്ച് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു ടേക്ക് എ ടാക്സി. ടു ടേക്ക് എ ടാക്സി എന്നോ ടു കോൾ എ ടാക്സി എന്നോ ടു ഹയർ എ ടാക്സി എന്നോ എല്ലാം നമുക്ക് പറയാവുന്നതാണ്. വി ഡിസൈഡഡ് ടു ടേക്ക് എ ടാക്സി. വീട്ടിലേക്ക്, അതിന് നമുക്ക് ഹോം എന്ന ഒരു നൗണോട് ഉപയോഗിച്ചാൽ മതി. ഇറ്റ് വാസ് ലേറ്റ്, സോ വി ഡിസൈഡഡ് ടു ടേക്ക് എ ടാക്സി ഹോം. ഡിസൈഡിന് ശേഷം നമുക്ക് ING ഫോം യൂസ് ചെയ്യാൻ സാധിക്കില്ല, ടു ഇൻഫിനിറ്റീവ് തന്നെ വേണം യൂസ് ചെയ്യാൻ. അവൾ സഹായിക്കാമെന്നേറ്റു. സഹായിക്കാമെന്ന് പറഞ്ഞു എന്നർത്ഥം. ഓഫർ ചെയ്തു. സഹായിക്കാമെന്ന് ഒരു ഓഫർ തന്നു. അവൾ, അതാണ് സബ്ജക്റ്റ്. ഷീ സഹായിക്കാമെന്നേറ്റു, സഹായിക്കാമെന്ന് പറഞ്ഞു. ഷീ ഓഫേർഡ്. എന്താണ് ചെയ്യാന്ന് പറഞ്ഞത്? സഹായിക്കാം. ഷീ ഓഫേർഡ് ടു ഹെൽപ്പ്. അവൾ സഹായിക്കാം എന്ന് പറഞ്ഞു എന്നല്ല നമ്മളിവിടെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഷീ ഓഫേർഡ് എന്ന് പറഞ്ഞാൽ അവൾ ഒരു സഹായം വാഗ്ദാനം ചെയ്തു എന്നർത്ഥം. ഓഫർ ചെയ്തു. ഷീ ഓഫേർഡ് ടു ഹെൽപ്പ്. ഓഫർ നൗൺ മാത്രമല്ല, അത് വെർബായും നമ്മൾ യൂസ് ചെയ്യും. പല ഇംഗ്ലീഷ് വാക്കുകളും നൗണായും നമ്മൾ യൂസ് ചെയ്യും, വെർബായും നമ്മൾ യൂസ് ചെയ്യും. ഷീ ഓഫേർഡ് ടു ഹെൽപ്പ്. അവൾ സഹായിക്കാമെന്നേറ്റു. ഇവിടെ ING ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. ഷീ ഓഫേർഡ് ഹെൽപ്പിംഗ് എന്ന് പറയരുത്. പുറത്തു പോവേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളാണ് തീരുമാനിച്ചത്, ഞങ്ങളാണ് സബ്ജക്റ്റ്. ഞങ്ങൾ തീരുമാനിച്ചു, വി ഡിസൈഡഡ്. എന്താ തീരുമാനിച്ചത്? പുറത്തു പോവണം എന്നാണ് തീരുമാനിച്ചതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, പുറത്തു പോവുക എന്നതിന് ടു ഗോ ഔട്ട് എന്ന് പറയാം. വി ഡിസൈഡഡ് ടു ഗോ ഔട്ട്. പുറത്തു പോവാൻ ഞങ്ങൾ തീരുമാനിച്ചു. പോവണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിലോ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ ടു ഇൻഫിനിറ്റീവിന് മുന്നിൽ ഒരു നോട്ട് ഉപയോഗിക്കും. ടു ഇൻഫിനിറ്റീവിന് മുന്നിലാണ് നോട്ട് ഉപയോഗിക്കുന്നത്, ടൂവിനും അതിലെ ആ വെർബിനും ഇടയിലല്ല. വി ഡിസൈഡഡ് നോട്ട് ടു ഗോ ഔട്ട്. നോട്ട് നമ്മൾ ഉപയോഗിച്ചത് ടു ഗോ എന്ന ടു ഇൻഫിനിറ്റീവിന് മുന്നിലാണ് കേട്ടോ. ആ ടു ഇൻഫിനിറ്റീവിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിനിടയിൽ നോട്ട് ഉപയോഗിക്കരുത്. വി ഡിസൈഡഡ് ടു നോട്ട് ഗോ ഔട്ട് അല്ല, വി ഡിസൈഡഡ് നോട്ട് ടു ഗോ ഔട്ട്. സമയത്ത് വരുമെന്ന് അവൾ പ്രോമിസ് ചെയ്തു. അവൾ അങ്ങനെ പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. നേരത്തെ ഓഫർ എന്ന വെർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രോമിസ് നൗണുമാണ്, ഇംഗ്ലീഷിൽ നമുക്ക് അതിനെ വെർബായും യൂസ് ചെയ്യാം. അവൾ പ്രോമിസ് ചെയ്തു. ഷീ പ്രോമിസ്. എന്താണ് പ്രോമിസ് ചെയ്തത്? സമയത്ത് വരുമെന്ന്. ഷീ പ്രോമിസ് ടു അറൈവ് ഓൺ ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ പ്രോമിസ് ടു കം ഓൺ ടൈം എന്ന് പറയാം. ഷീ പ്രോമിസ് ടു ബി ഓൺ ടൈം എന്നും നമുക്ക് പറയാവുന്നതാണ്. ടു ബി ഓൺ ടൈം എന്ന് പറയുമ്പോൾ സമയത്ത് എത്തുക എന്ന് തന്നെയാണ് അതിനർത്ഥം. ടു അറൈവിന് പകരമായിട്ട് അല്ലെങ്കിൽ ടു കം എന്ന വെർബിന് പകരമായിട്ടാണ് നമ്മളിവിടെ ടു ബി എന്ന് പറയുന്നത്. അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സീം എന്ന വെർബ് യൂസ് ചെയ്യാം, അപ്പിയർ എന്ന വെർബ് യൂസ് ചെയ്യാം. രണ്ടായാലും അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഷീ ആണ് സബ്ജക്റ്റ്. ഷീ സീംസ് ടു ഹാവ് എ പ്രോബ്ലം. അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഷീ സീംസ് ഹാവിങ് എന്ന് പറയരുത്. സീമിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വേണം യൂസ് ചെയ്യാൻ, ING ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഷീ സീംസ് ടു ഹാവ് എ പ്രോബ്ലം. അവൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ആ ജോലിക്ക് അപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈഡ് എന്ന് പറയാം. ഞാൻ തീരുമാനിച്ചു, ഐ ഡിസൈഡഡ്. എന്താ തീരുമാനിച്ചത്? അപേക്ഷിക്കാൻ, ടു അപ്ലൈ. എന്തിന്? ആ ജോലിക്ക്. ഐ ഡിസൈഡഡ് ടു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്. അവൾ സഹായിക്കാൻ വിസമ്മതിച്ചു. ഒരു കാര്യം അവള് ചെയ്തു തരില്ല എന്ന് പറഞ്ഞു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞു എന്നൊന്നുമല്ല ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. നമ്മൾ അതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന വെർബ് റിഫ്യൂസ് ആണ്. ഷീ റിഫ്യൂസ് ടു ഹെൽപ്പ്. അവൾ സഹായിക്കാൻ വിസമ്മതിച്ചു. ഷീ റിഫ്യൂസ് ടു ഹെൽപ്പ്.
സഹായിക്കാൻ അവൾ തയ്യാറായി എന്നാണ് പറയേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എഗ്രീഡ് ആണ്. ഷീ എഗ്രീഡ് ടു ഹെൽപ്പ്, അവൾ സഹായിക്കാൻ തയ്യാറായി. ഷീ റെഫ്യൂസ് ടു ഹെൽപ്പ്, അവൾ സഹായിക്കാൻ തയ്യാറായില്ല, വിസമ്മതിച്ചു. റെഫ്യൂസിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വേണം യൂസ് ചെയ്യാൻ, ING ഫോം യൂസ് ചെയ്യരുത്. അവൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, അവൾ സമ്മതിച്ചിട്ടുണ്ട്. ഷീ ഹാസ് എഗ്രീഡ്, എന്താ സമ്മതിച്ചിട്ടുള്ളത്? ടു കം. ഷീ ഹാസ് എഗ്രീഡ് ടു കം. എഗ്രി എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്, ING ഫോം അല്ല. അവൻ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, അവൻ ഭീഷണിപ്പെടുത്തി. ഹീ ത്രെട്ടൻഡ്, എന്താണ് അവൻ ഭീഷണിപ്പെടുത്തിയത്? കൊല്ലുമെന്ന്. ഹീ ത്രെട്ടൻഡ് ടു കിൽ, ആരെ കൊല്ലുമെന്ന്? എന്നെ കൊല്ലുമെന്ന്. ഹീ ത്രെട്ടൻഡ് ടു കിൽ മീ, അവൻ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. സബ്ജക്റ്റ് ഹീ, വെർബ് ത്രെട്ടൻഡ്, അതിന്റെ ഒബ്ജക്റ്റ് ടു കിൽ. ടു ഇൻഫിനിറ്റീവ് ആണ് ഒബ്ജക്റ്റ്. പിന്നെ ആ ടു ഇൻഫിനിറ്റീവിന്റെയും ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ മീ എന്ന പ്രൊനൗൺ യൂസ് ചെയ്തിട്ടുള്ളത്. ഹീ ത്രെട്ടൻഡ് ടു കിൽ മീ, അവൻ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. വാതിൽ ലോക്ക് ചെയ്യാൻ മറക്കരുത്, മറക്കരുത്. ഡോണ്ട് ഫൊർഗെറ്റ്, ഇതും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. സബ്ജക്റ്റ് ഇല്ല, ആരോടാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ്. ഡോണ്ട് ഫൊർഗെറ്റ്, എന്താണ് മറക്കാൻ പാടില്ലാത്തത്? വാതിൽ ലോക്ക് ചെയ്യാൻ മറക്കരുത്. ഡോണ്ട് ഫൊർഗെറ്റ് ടു ലോക്ക് ദ ഡോർ, വാതിൽ ലോക്ക് ചെയ്യാൻ മറക്കരുത്. ഡോണ്ട് ഫൊർഗെറ്റ് ടു ലോക്ക് ദ ഡോർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ING ഫോംസും ടു ഇൻഫിനിറ്റീവ്സും യൂസ് ചെയ്യുന്ന സെന്റൻസ് പാറ്റേൺസിനെ കുറിച്ചാണ് മെയിൻലി പഠിച്ചത്. ചില വെർബ്സിന് ശേഷം നമുക്ക് ING ഫോം വേണം യൂസ് ചെയ്യാൻ ഒബ്ജക്റ്റ് ആയിട്ട്, ചിലതിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. ചില വെർബ്സിന് ശേഷം നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കാൻ സാധിക്കും, മീനിങ്ങിൽ കാര്യമായ ഒരു വ്യത്യാസമില്ലാതെ തന്നെ. ഇത്തരം സെന്റൻസ് പാറ്റേൺസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കോംപ്ലക്സ് ആയ ലോങ് ആയ സെന്റൻസസ് നിർമ്മിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.